ഗുഡ് ഈവനിങ്. ഒന്ന് ഉറക്കെ പറയാ ഗുഡ് ഈവനിങ്. അതാണ് നല്ല പവറാണല്ലോ എല്ലാവർക്കും അല്ലേ? എല്ലാവരും ഷോ കണ്ട് ക്ഷീണിച്ചിട്ടൊന്നുമില്ല, നല്ല ഉഷാറിലാണല്ലോ, നല്ല ബൈബിളാണ് എല്ലാവരും അല്ലേ? ഓക്കെ, ജസ്റ്റ് മെന്റലിസ്റ്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. മെന്റലിസം എന്ന് പറയുമ്പോൾ പലർക്കും പല തരത്തിലുള്ള കാഴ്ചപ്പാടുകളാണ്. അതായത് കുറച്ച് പേര് പറയുന്നുണ്ട്, ചിന്തിക്കാറുണ്ട് മെന്റലിസം എന്നതൊരു സൂപ്പർ നാച്ചുറൽ പവറാണ്, അല്ലെങ്കിൽ എന്തോ ഒരു ശക്തി കൊണ്ട് കുറച്ചു പേർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് മെന്റലിസം എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടരുണ്ട്. വേറൊരു കൂട്ടരുണ്ട് അത് ചിന്തിക്കുന്നതാണ് കേട്ടോ. വേറൊരു കൂട്ടർ ആലോചിക്കുന്ന വെച്ചാൽ നമ്മൾ നേരത്തെ ഓരോ ആൾക്കാരെ നേരത്തെ റെഡിയാക്കി നിർത്തി അവരെ സ്റ്റേജിലേക്ക് വിളിച്ച് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതാണെന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷേ സത്യത്തിൽ അതൊന്നുമല്ല മെന്റലിസം. മെന്റലിസം എന്ന് പറഞ്ഞാൽ അതൊരു ആർട്ട് ഫോമാണ്. നിങ്ങളെ സന്തോഷിപ്പിക്കുക, അതായത് കാണികളെ സന്തോഷിപ്പിക്കുക എന്നത് മാത്രമാണ് മെന്റലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളെ കുറച്ചു നേരം നിങ്ങളുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് നമ്മളൊന്ന് കൂളാക്കാം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ മെന്റലിസം എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ മെന്റലിസം പ്യൂറായിട്ട് സയൻസ് ആണ്. മെന്റലിസം വർക്ക് ചെയ്യുന്നതിന്റെ കാര്യമാണ് സയൻസ് ആണ്. അതൊരു സൈക്കോളജി ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ ഫേഷ്യൽ റീഡിങ്സ്, ഐ റീഡിങ്സ്, ബോഡി ലാംഗ്വേജ്, സം കൈൻഡ് ഓഫ് മാജിക്, അങ്ങനെ എല്ലാത്തിനും ഒരു മിക്സറാണ് മെന്റലിസം. അപ്പോൾ നമുക്ക് പരിപാടിയിലോട്ട് കിടക്കാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. മെന്റലിസം എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ ഒരു ബാക്കിയുള്ള പ്രോഗ്രാം പോലെയല്ല. എനിക്കിവിടെ നിന്ന് ഒറ്റയ്ക്ക് അവതരിപ്പിക്കാൻ പറ്റില്ല. നമ്മളെല്ലാവരും കൂടിയാണ് ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. അതായത് ഞാൻ ഒറ്റയ്ക്ക് ഒരിക്കലും ചെയ്യണം. നമ്മളെല്ലാവരും, അതായത് നിങ്ങളെ റെപ്രസെന്റ് ചെയ്ത് വരുന്ന ആൾക്കാരും ഞാനും, അതായത് നമ്മളാണ് ഈ പ്രോഗ്രാം ഇവിടെ ചെയ്യുന്നത്. നിങ്ങളിവിടെ ഇല്ലെങ്കിൽ എനിക്ക് ഈ പ്രോഗ്രാം ഇവിടെ ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഇത് അവതരിപ്പിക്കുമ്പോൾ ശരിയാവാനുള്ള ചാൻസ് 50%, തെറ്റിപ്പോകാനുള്ള ചാൻസ് 50%. ശരിയാണെങ്കിൽ നിങ്ങൾ എനിക്ക് ഐഡിയ തരില്ലേ? തെറ്റിപ്പോയാലും തരില്ലേ? അതാണ് ആ പവർ മതി. ഓക്കെ, ഞാൻ ഇത് ഇച്ചിരി കട്ടിയുണ്ട്. ഞാൻ ഒരു ബോൾ എടുത്ത് എറിയാം. ആരല്ലോ ഒരാളൊന്ന് വരാവോ? ഒരാളൊന്ന് സ്റ്റേജിലോട്ട് വരാം. ബോൾ എടുക്കുന്ന ഒരാള്. ആ മേഡം, മേഡം നമസ്കാരം. മേഡത്തിന്റെ പേരെന്തായിരുന്നു? എവിടുന്നാ വരുന്നേ? മേപ്പാടിയാണല്ലോ. കുറച്ച് മയക്ക് അടുപ്പിച്ചോളൂ. മേഡം ഈ പാമ്പുമണി കളിക്കാറുണ്ടോ? പാമ്പുമണി കളിക്കാറുണ്ട്. പണ്ട് ചെറുപ്പത്തിൽ കളിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ, നമുക്കൊരു കളിയാവാന്ന് അല്ലേ? റൈറ്റ്. ഓക്കെ, മേഡം റിലാക്സ് ആയിട്ട് ഇരുന്നോളൂ. മേഡം ഇവിടെ ഇരുന്നോളൂ, റിലാക്സ് ആയി ഇരുന്നോളൂ. മേഡം 2 ഡൈസ് ആണ് കയ്യിലുള്ളത്. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിക്കോളൂ. ഓക്കെ, ജസ്റ്റ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അതിന്റെ കട്ടകൾ വ്യത്യസ്തമായിട്ടല്ലേ വരുന്നത്? ഓക്കെ മേഡം, അത് നമുക്ക് എടുക്കുന്ന സമയത്ത് നമുക്കത് എങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷഫിൾ ചെയ്യാമോ? ഓക്കെ, ജസ്റ്റ് സീൻ ചെയ്യാം. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് മേഡത്തിന് 4 വന്നു. മേഡത്തിന് എങ്ങനെ വേണമെങ്കിൽ ഇത് വായിക്കാം. 44 എന്ന് വായിക്കാം, അല്ലെങ്കിൽ 448 എന്ന് വായിക്കാം. ഇത് തിരിഞ്ഞാണ് വന്നെങ്കിൽ ഇവിടെ 6 ആയിരുന്നെങ്കിൽ 64 എന്ന് വായിക്കാം, 46 എന്ന് വായിക്കാം, അല്ല 64 10 എന്ന് വായിക്കാം. 3 രീതിയിൽ മേഡത്തിന് വായിക്കാം. ഓക്കെ, എന്നെ ഒന്ന് നോക്കിക്കോളൂ. മാം, എൻ്റെ അടുത്തൊരു ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ സാധാരണ നമ്മൾ കടയിലൊക്കെ പോയി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഷോപ്പിംഗ്, അതായത് നമുക്ക് ലിസ്റ്റ് നോട്ട്സ് ഉണ്ടാവുമല്ലോ. നോട്ട്സിൽ ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ട്. 1 തൊട്ട് 99 വരെയുള്ള ഐറ്റംസ് ഉള്ള ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ട്. ആം ഐ റൈറ്റ്? ഓക്കെ, അതിൽ ഒരു ഐറ്റം സെലക്ട് ചെയ്യാം. മാഡത്തിന് റാൻഡമായിട്ട് സെലക്ട് ചെയ്താൽ നമ്പറായിട്ട് വേണം. മാഡം ഡൈസ് ഷെയ്ക്ക് ചെയ്യുക. അതിൽ നിന്ന് ഒരു നമ്പർ, 3 ചോയ്സ് ഉണ്ട്. കയ്യിൽ വരുന്നതിൽ 3 ചോയ്സ് ഉണ്ട്. ആം ഐ റൈറ്റ്? ജസ്റ്റ് ഒന്ന് ഷഫിൾ ചെയ്യാം ഒന്നുകൂടെ. ഓക്കെ, എവിടെയെങ്കിലും മനസ്സ് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പോൾ 6ഉം 5ഉം വന്നത്. ഇതൊന്നെങ്കിൽ 65 മേഡത്തിന് വായിക്കാം, ഇല്ലെങ്കിൽ 56 വായിക്കാം, 6, 5, 11 അങ്ങനെ വേണം. അങ്ങനെ 3 ചോയ്സ് ആണുള്ളത്. ഓക്കെ മേഡം, എല്ലാം ഡിഫറെന്റ് അല്ലേ വരുന്നത് ഷെയ്ക്ക് ചെയ്യുമ്പോൾ? ഓക്കെ മേഡം, നല്ലോണം ഒന്ന് ഫീൽ ചെയ്യാവോ? നല്ലോണം ഫീൽ ചെയ്തിട്ട് നല്ലോണം ഷെയ്ക്ക് ചെയ്യാവോ? അതിൽ ഓക്കെ ആണോ അതോ ചേഞ്ച് ചെയ്തോളൂ. ഓക്കെ ഓക്കെ ആണോ? ഓക്കെ ആണ്. എത്ര വന്നതെന്ന് അവരോട് പറയാവോ? 62. അത് 6ഉം 2ഉം ആണോ വന്നത്? അങ്ങനെ വായിക്കാനാണ് ഇഷ്ടം? എങ്ങനെയാണ് മേഡത്തിന് താല്പര്യം? 62 മതി. കുറച്ച് മൈക്ക് 62 ആണല്ലേ മേഡത്തിന് വന്നേ? ഓക്കെ, എൻ്റെ അടുത്തൊരു ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ട്. മേഡം ഈ നോട്ട്സ് ഒന്ന് ക്ലിക്ക് ചെയ്യാവോ? അല്ല, നമ്മുടെ സെലിബ്രിറ്റീസിന്റെ ആക്ടേഴ്സിന്റെ ഉണ്ട്. ആക്ടേഴ്സിൽ നോക്കാവോ? മലയാള ആക്ടേഴ്സ്. ഓക്കെ, അതിൽ മലയാളം ആക്ടേഴ്സിൽ നിന്ന് 62 ആരായിരുന്നു സെലക്ട് ചെയ്യാവോ? ദുൽഖർ സൽമാൻ. മേഡം അത് സമയത്ത് 62 ആയിരുന്നു. 26 വായിച്ച ഏതായിരുന്നു വരിക? ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം അവരോട്. ഷെമി തിലകൻ അല്ലേ? പിന്നെ 6 8 ആയിരുന്നെങ്കിൽ ഏതായിരുന്നു വരിക? സിദ്ദീഖ്. എല്ലാം റാൻഡം അല്ല, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാം റാൻഡം അല്ല, ഒന്നോട്ടൊന്ന് ബാക്കിയുള്ള എല്ലാം റാൻഡം അല്ലേ? മാം, അത് സെലക്ട് ചെയ്യാണ്ട് എന്തെങ്കിലും ദുൽഖർ സൽമാൻ സെലക്ട് ചെയ്യാണ്ട് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരുന്നോ? പ്രത്യേകിച്ച് ഒന്നുമില്ല. 62 മാത്രം സെലക്ട് ചെയ്തത്. ആ ദുൽഖർ സൽമാൻ മാത്രം സെലക്ട് ചെയ്യാൻ കാരണം
പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും നോട്ട്സിൽ നിന്ന് അത് മാത്രം എടുത്തു അല്ലേ? ഓക്കെ. ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് മാഡം ഈ 62 ആയിരിക്കും സെലക്ട് ചെയ്യാന്ന് നേരത്തെ പ്രിഡിക്ട് ചെയ്തിരുന്നു അല്ലെ? 6th സെൻസിലേക്ക് വിശ്വാസം ഉണ്ടോ? കുറച്ചൊക്കെ. ഞാൻ അങ്ങനെ ഒരു നേരത്തെ മുൻകൂട്ടി പ്രവചിച്ചിരുന്നു അല്ലെ എനിക്ക് അറിയാമായിരുന്നു എന്ന് പറഞ്ഞാൽ മാഡം വിശ്വസിക്കും? മേ ബി. മാഡം ഒന്ന് എണീക്കാം. ഓക്കെ. ഈ കസേരനടിയിൽ എന്തോ ഉണ്ടോ ഒന്ന് ജസ്റ്റ് നോക്കാവോ? Everybody, you can see that is Dulquer Salman. ഓക്കെ, നല്ലൊരു കൈ കൊടുക്കും മാഡം, നല്ലൊരു കൈ കൊടുക്കും. റാൻഡം ആയിരുന്നു ഇവിടെ, ഫുള്ള് റാൻഡം ആയിരുന്നു അല്ലേ? എല്ലാം 199 റാൻഡം ആയിരുന്നു, അതിൽ ഷഫിൾ ചെയ്തെടുത്താണ് അല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു ഫോർ വാല്യൂ ടൈം. ഓക്കെ, ഗോ ബാക്ക് യുവർ സീറ്റ്. അത് എല്ലാവരും വരച്ചു കഴിഞ്ഞോ? ചിത്രം വരച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ വരാം, നിങ്ങളുടെ അടുത്തോട്ട് വരാം. മാഗ്നറ്റ് വെച്ചിരുന്നതായിട്ട് നല്ല ഫീൽ ചെയ്യാം, നല്ലോണം ഫീൽ ചെയ്യാം. അപ്പോൾ ഈ മാഗ്നറ്റ് രണ്ടും നിങ്ങളുടെ കൈവിരലുകളെ മാക്സിമം ഉള്ളിലോട്ട് അടുപ്പിക്കുന്നുണ്ട്, നല്ല ഫോഴ്സിൽ അടുപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എത്ര പിടിക്കാൻ ശ്രമിക്കുമോ, പക്ഷെ നിങ്ങളുടെ കൈകൾ ഈ മാഗ്നറ്റിന്റെ ഫോഴ്സ് കാരണം അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പറയുന്ന കാര്യം നല്ലോണം ഇമാജിൻ ചെയ്യാം. നമ്മൾ ആ ഒരു നടക്കുന്ന കാര്യം അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ നമ്മൾ ഫീൽ ചെയ്യുന്നതായിട്ട് നല്ലോണം ഇമാജിൻ ചെയ്യാം. നിങ്ങൾ കൈ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതിൽ അകത്തെ ശ്രമിക്കും നിങ്ങളുടെ മാഗ്നറ്റിന്റെ പവർ നിങ്ങളെ ഭയങ്കരമായിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഫോഴ്സ് ചെയ്യാണ്. വേറെ ഒരു ശബ്ദവും നിങ്ങൾ ഫോക്കസ് ചെയ്യണ്ട, എന്നെ മാത്രം ഫോക്കസ് ചെയ്തായി. എന്റെ സൗണ്ട് മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കാൻ പാടുള്ളൂ, വേറെ ആരുടെയും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണ്ട. എന്റെ സൗണ്ട് മാത്രം ഫോക്കസ് ചെയ്യാം. എല്ലാവരും വളരെ കൂളാണ്, റിലാക്സ് ആണ്. കൈകൾ ഭയങ്കരമായിട്ട് അടുത്തടുത്ത് വരുന്നുണ്ട്, നിങ്ങൾക്ക് താങ്ങാൻ സാധ്യത അടുത്തടുത്ത് വരുന്നുണ്ട്. നിങ്ങളുടെ കൈകളുടെ ഉള്ളിലോട്ട്, വിരലിന്റെ ഉള്ളിലോട്ട് ഞാൻ ഒരു കപ്പിൽ ലോകത്തിലെ ഏറ്റവും സൂപ്പർ ഗ്ലൂ പോലെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പോലെ ഭയങ്കര സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു കപ്പ് ഗമ്മ് നിങ്ങളുടെ കൈയിന്റെ ഫുൾ മുകളിലൂടെ ഒഴിച്ചായിട്ട് നല്ലോണം ഫീൽ ചെയ്യാം. നിങ്ങളുടെ കൈകളുടെ ഉള്ളിലൊക്കെ ഫുള്ളായിട്ട് ഒലിച്ചിറങ്ങി അത് ഭയങ്കരമായിട്ട് കട്ട പിടിച്ച് ഹാർഡായിട്ട് നല്ലോണം ഫീൽ ചെയ്യാം. നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട് കാറ്റടിക്കുന്നതൊക്കെ. ആ ടൈമിൽ നിങ്ങളുടെ കൈവിരലുകൾ നല്ലോണം ഹാർഡായിക്കൊണ്ടിരിക്കുകയാണ്, കൈവിരൽ എടുക്കാൻ സാധിക്കാത്ത പോലെ ഹാർഡായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കൈ രണ്ട് വിരലുകൾ അടുപ്പിച്ചെടുത്തിട്ട് ഞാൻ വീണ്ടും ഒരു മാഗ്നറ്റ് കൂടെ വെക്കുകയാണ്. വീണ്ടും രണ്ട് സ്ഥലത്ത് ഓരോ മാഗ്നറ്റ് കൂടെ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കൈവിരലുകൾ വീണ്ടും അടുത്തടുത്ത് വരികയാണ്. നിങ്ങൾ അകത്ത് ശ്രമിച്ചത് അടുത്തടുത്ത് വരികയാണ്. നിങ്ങളുടെ ഇമാജിനേഷൻ പവർ നിങ്ങൾ മാക്സിമം ഇമാജിൻ ചെയ്യാം. അടുത്തടുത്ത് വരികയാണ്. നിങ്ങളുടെ കൈകളാണെങ്കിൽ ഭയങ്കര ഹാർഡായി ടൈറ്റ് വരണം, ഗമ്മൊട്ടിച്ചുകൊണ്ട് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നത് അത്ര സ്ട്രോങ് ആണ്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു, ആ ടൈറ്റ്നസ് നിങ്ങളുടെ മനസ്സിൽ നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കൈവിരലുകൾ എത്രയാണ് നോക്കുമ്പോൾ അടുത്തടുത്ത് അത് മുട്ടിയിരിക്കുകയായിരിക്കും. നിങ്ങൾ പിടിക്കാൻ ശ്രമിക്കുന്ന പക്ഷെ നിങ്ങൾ സാധിക്കുന്നില്ല. നിങ്ങളുടെ കൈ നല്ല ഹാർഡായിരിക്കും. ഓക്കെ, എല്ലാവരും പതുക്കെ സ്ലോലി ഓപ്പൺ ചെയ്യാം, കൈ നടക്കണ്ട. ഓക്കെ, സ്ലോലി ഓപ്പൺ ചെയ്യാം, കണ്ണുകൾ പതുക്കെ തുറക്കുക. നിങ്ങളുടെ കൈവിരലുകളുടെ അകലം മാത്രം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒന്ന് നോക്കാം. നിങ്ങളുടെ അനക്കം വന്നിട്ടില്ലെങ്കിൽ ചിലരുടെയൊക്കെ കൈവിരൽ ആരും കാണിക്കണ്ട. ഓക്കെ, ചിലർക്ക് പിടിക്കാൻ ശ്രമിക്കും, ചിലർക്ക് വിടാൻ സാധിക്കില്ല, ഹാർഡായിരിക്കും, ഭയങ്കര ടൈറ്റ് ആയിരിക്കും. ഒന്ന് പിടിക്കാൻ ശ്രമിച്ചു നോക്കുക, പക്ഷെ പിടിക്കാൻ പറ്റില്ല. ഒന്ന് പിടിക്കാൻ ശ്രമിച്ചു, ചിലർക്ക് പിടിക്കാൻ സാധിക്കില്ല. ആരും റിസ്ക് എടുക്കണ്ട. ഓക്കെ, പിടിക്കാൻ സാധിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എണീറ്റിക്കാവും. പിടിക്കാൻ സാധിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എണീറ്റ് പോവാം. ഓക്കെ, ചേച്ചി ഉണ്ടോ? ചേച്ചി ഓക്കെ, ആരുണ്ടോ പിടിക്കാൻ സാധിക്കാത്ത? കൈ ഒന്നിങ്ങനെ പിടിക്കാൻ ശ്രമിച്ചു നോക്കും. ഒന്ന് പിടിക്കാൻ ആർക്കെങ്കിലും പറ്റാറുണ്ടോ? ടൈറ്റ് ഉണ്ടോ? ഇല്ല. ഓക്കെ, നല്ലൊരു കൈയ്യ് കൊടുക്കാം, നല്ലൊരു കൈയ്യ് കൊടുക്കാം. എല്ലാവരും നല്ലൊരു കൈയ്യടോ മാമിനെ വെൽക്കം ചെയ്യാം. ഓക്കെ, പേരെന്തായിരുന്നു? പേരെന്തായിരുന്നു? ആരതി. എവിടെ നിന്നായിരുന്നു? വയനാട്ടിൽ തന്നെയാണല്ലോ. ഓക്കെ, ഇതിനു മുമ്പ് മെന്റലിസം ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, കണ്ടിട്ടുണ്ടോ? ഓക്കെ, നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? ഓക്കെ, മാഡം പെട്ടെന്നൊരു മനസ്സിലൊരു കളർ ചിന്തിക്കാൻ പറഞ്ഞാൽ മാഡം പെട്ടെന്ന് ഏതെങ്കിലും ഒരു കളർ പെട്ടെന്ന് തോന്നുന്നൊരു കളർ പറയാമോ? റെഡ് ആണല്ലേ? മാഡം റെഡ് ചിന്തിക്കാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരുന്നോ? ഞാൻ കുറച്ച് കമ്മ്യൂണിസം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലാതെ ഞാൻ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും മാഡത്തിന് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ടോ? റെഡ് പറയണമെന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഞാൻ മാഡം വരുന്നതിന് ഞാൻ ഇത് കുറച്ച് വെയിറ്റ് ആയിട്ടാണ് എറിയായിരുന്നത്. ഇതിന് പുറകെ ഒരു പ്രഡിക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ മാഡം ഇതായിരുന്നു എടുത്തിട്ട് വരേണ്ടത്. ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാവോ? ഓക്കെ, ഒന്ന് വായിക്കാവോ? എന്നിട്ട് ഒന്ന് ഉറക്കെ വായിക്കാവോ? You will select red. Okay, everybody, you will select red. Okay, നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം മാഡത്തിന്, നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. മാഡം ഇവിടെ ടേബിളിൽ 2 ബുക്സ് ഇരിക്കുന്നുണ്ട്. മാഡത്തിന് ഇഷ്ടമുള്ള ബുക്സ് എടുക്കാം. ചേഞ്ച് ചെയ്യണമെങ്കിൽ മാഡത്തിന് ചേഞ്ച് ചെയ്യാം, അത് തന്നെ എടുക്കണമെങ്കിൽ എടുക്കാം. മാഡത്തിന്റെ മനസ്സ് എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യാം. ഓക്കെ, മാഡം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ കൂളായിട്ട് പറഞ്ഞുതരാം. ഞാൻ ഈ ബുക്ക് ഇങ്ങനെ ഡ്രിഫിൾ ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം കാര്യങ്ങൾ പറഞ്ഞുതരാം. ഡ്രിഫിൾ ചെയ്യുന്ന സമയത്ത് മാഡത്തിന്റെ മനസ്സ് എവിടെയാണോ സ്റ്റോപ്പ് എന്ന് പറയുന്നത് ആ ടൈമിൽ മാഡം എന്നോട് പറയുക. അപ്പൊ ഞാൻ അവിടെ നിർത്തുന്ന സമയത്ത് ഈ ഫസ്റ്റ് വേർഡ് ഇത് മനസ്സിൽ വായിക്കുക. മനസ്സിൽ എന്നോട് പറയരുത്, ആരോടും പറയണ്ട. ഓക്കെ, അപ്പൊ ജസ്റ്റ് വായിക്കുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാവോ? ഫസ്റ്റ് വേർഡ് ജസ്റ്റ്. ഓക്കെ,
ഓക്കെ good luck, ഓക്കെ soon, ഓക്കെ I'll go. എല്ലാം ഡിഫറെന്റ് അല്ലേ? അതെ അതെ. ചാപ്റ്റർ ഒന്ന് വിട്ടേക്ക് കേട്ടോ. നോക്കാം. ഓക്കെ, ഒന്ന് റിലാക്സ് ആയിക്കോളൂ. ഓക്കെ, ടെൻഷൻ ഉണ്ടോ? Hey. ഓക്കെ, കൂൾ. ഓക്കെ മാം നോക്കിക്കോളൂ. ഓക്കെ Stop. ഓക്കെ, ചേഞ്ച് ചെയ്യണേ ചേഞ്ച് ചെയ്യാം. Change. ചേഞ്ച്. Stop. ഓക്കെ, ചേഞ്ച് ചെയ്യണേ ചേഞ്ച് ചെയ്യാം. അത് actually page ഓക്കെ, ചേഞ്ച് ചെയ്യണോ? ഒന്നുകൂടെ വേണമെങ്കിൽ ഒന്നുകൂടെ റിഫിൽ ചെയ്യാം. ഓക്കെ, Stop. ചേഞ്ച് ചെയ്യണേ ചേഞ്ച് ചെയ്യാം. വേണ്ട. ഓക്കെ മാം, നല്ലോണം വേടൊന്ന് ഫീൽ ചെയ്യാവും. Okay. മാം റാൻഡം ആയിട്ട് സെലക്ട് ചെയ്താൽ ഒരുപാട് വേർഡ്സ് ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ നേരത്തെ സെലക്ട് ചെയ്തപ്പോഴും സ്റ്റോപ്പ് പറഞ്ഞപ്പോൾ ഒരുപാട് റാൻഡം ആയിട്ടുള്ള വേർഡ്സ് ആയിരുന്നു അല്ലേ? പെട്ടെന്ന് റാൻഡം ആയിട്ടല്ലേ മാഡത്തിന് ആ വേർഡ്സ് മൈൻഡിലോട്ട് വന്നത്? റൈറ്റ്? അത് റാൻഡം, അത് മാഡം സ്വന്തം ഇഷ്ടപ്രകാരം എടുത്താണല്ലോ. അതെ. ഓക്കെ മാഡം, വേടൊന്ന് നല്ലോണം മൈൻഡിലൊന്ന് ഫീൽ ചെയ്യാവോ? Okay. ഓക്കെ, നല്ലോണം ഫീൽ ചെയ്യാവോ? Okay. ഓക്കെ, ആ വേർഡ് ഒരു സിമ്പിൾ ലെറ്റർ ആണ്, വലിയ ലെറ്റർ ഒന്നുമല്ല, ഒരു സിമ്പിൾ ലെറ്റർ ആണ്. റൈറ്റ്? Yes. ഓക്കെ മാഡം, നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ലെറ്റർ ആണ്. റൈറ്റ്? Sorry, I didn't. നമ്മൾ അത്യാവശ്യം ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്. അതെ. യാ ഓക്കെ മാഡം, അതിൽ എത്ര നമ്പേഴ്സ് ലെറ്റേഴ്സ് എത്ര നമ്പർ ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാവോ? 4. ഓക്കെ, പറയണ്ടായിരുന്നു, കുഴപ്പമില്ല. ഓക്കെ, പറയണ്ട, ഞാൻ മനസ്സിൽ വിചാരിച്ചാൽ മതി. ഓക്കെ മാഡം, അതിന്റെ ഫസ്റ്റ് ലെറ്റർ മാത്രം ഒന്ന് മാഡം നല്ലോണം മനസ്സിലൊന്ന് ഫീൽ ചെയ്യാവോ? Okay. ഓക്കെ, ഇവിടെ നോക്കാം. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ഇ. ആം ഐ റൈറ്റ്? Yes. യാ ഓക്കെ മാം, അത് നല്ലോണം ഫീൽ ചെയ്യാം. വേണം നല്ലോണം ഫീൽ ചെയ്യാം, നല്ലോണം ഫീൽ ചെയ്യാം. ഒന്ന് റേസ് ചെയ്യാം. Okay. ഓക്കെ, നല്ലോണം വേടി ഇമാജിൻ ചെയ്യുന്നതായിട്ട് ഒന്ന് ഫീൽ ചെയ്യാം. Okay. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ഈസി. Yes. യാ ഓക്കെ മാഡം, നല്ലൊരു കൈഡ് എടുക്കാം, നല്ലൊരു കൈഡ് എടുക്കാം. മാഡം പോകാനായിട്ടില്ല. അടുത്ത ഒരാളും കൂടെ കടന്നു വരാം. കുറച്ചുകൂടെ നമുക്കൊന്ന് കോംപ്ലിക്കേഷൻ ആക്കി നോക്കാം അല്ലെ? ഒന്നുകൂടെ കടന്നു വരാം, ഒരാളും കൂടെ കടന്നു വരാമോ? ഡെറിക്. ഡെറിക്. എവിടെ നിന്നായിരുന്നു? ഞാനിവിടെ മീനങ്ങാടി. മീനങ്ങാടിയായിരുന്നു അല്ലേ? ഓക്കെ മാഡം, സാറിന് ഈ പ്രാവശ്യം ഈ ബുക്സ് ഫുള്ളായിട്ട് ഫ്രീ ആയിട്ട് തന്നേക്കാം. ഓക്കെ, സാറ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് എവിടുന്നേലും തുറക്കുക, ഒരു വലിയ വേർഡായിക്കോട്ടെ, ജസ്റ്റ് ഈസ്, ഈസി, ന്യൂയോർക്ക്, എക്സെട്ര, അങ്ങനെ സിമ്പിൾ ഒന്നും വേണ്ട, കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ നോക്കാം. ഓക്കെ, എന്നെ കാണിക്കണ്ട, ആയിട്ടില്ല. അപ്പൊ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള 8-9 ലെറ്റർ എബോ ഉള്ള കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേർഡായിക്കോട്ടെ. ഞാനത് കണ്ടുപിടിക്കാൻ പറ്റും ശ്രമിക്കാം. മേ ബി ഐ എം നോട്ട് ഷുവർ. ഓക്കെ, ഞാൻ ഉറക്കിൽ ഒരു കാര്യം ഉറപ്പ് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് ശ്രമിക്കാം. റൈറ്റ്? ഓക്കെ മാഡം, പെട്ടെന്ന് ഒരു വെജിറ്റബിൾ വിചാരിക്കാൻ പറഞ്ഞാൽ ഏതായിരിക്കും മാഡം പെട്ടെന്ന് വിചാരിക്കാം? ബ്രിഞ്ചൽ. ഓക്കെ, നമ്മൾ ഈ വെജിറ്റബിൾ ഒക്കെ വിചാരിക്കുമ്പോൾ ഓരോരുത്തർക്ക് ഓരോന്ന് വിചാരിക്കുന്നതനുസരിച്ച് ഓരോരുത്തരുടെ ലെവൽ നമുക്ക് അറിയാൻ പറ്റും. എൻ്റെ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. മേ ബി ആയിരിക്കാം, നമുക്ക് നോക്കാം. ഓക്കെ, ഈ പ്രാവശ്യം നമ്മുടെ സാർ വേർഡ് കിട്ടിയോ? കുറച്ച് വലിയ വേർഡാണ്, നല്ല കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ സാർ, എഴുതി വെക്കണോ? ഓർത്ത് വെച്ചോളൂ. ഓക്കെ, അല്ല സാറിന്റെ പോലെ, സാറിന് ഓക്കെ ആണെങ്കിൽ ഓക്കെ. ഓക്കെ, ഓക്കെ ആണല്ലോ മാഡം. ഈ പ്രാവശ്യം മാഡം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വേർഡ് കണ്ടുപിടിക്കാൻ പറ്റുമോ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? ഓക്കെ, രണ്ടാളൊന്ന് കണ്ണടച്ച് നിൽക്കാവോ? ബുദ്ധിമുട്ടില്ലെങ്കിൽ രണ്ടാളൊന്ന് കണ്ണടച്ച് നിൽക്കാവോ? രണ്ടാൾ കണ്ണടച്ച് വളരെ റിലാക്സ് ആവോ? റിലാക്സ് ആവുക. സാറിന്റെ മൈൻഡിലുള്ള ആ വേർഡ് സാർ നല്ലോണം ഒന്ന് ഫീൽ ചെയ്യാം. അതുപോലെ തന്നെ മാഡം, സാർ നല്ലോണം തന്നെ ആ വേർഡ് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ടൊന്ന് മാഡത്തിന് വേണ്ടി ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ട് നല്ലോണം ഒന്ന് ഫീൽ ചെയ്യാം. മാഡം അതൊന്ന് കിട്ടുന്ന ആ വേർഡ് ഒന്ന് സ്വീകരിക്കുന്നതായിട്ട് നല്ലോണം ഒന്ന് ഫീൽ ചെയ്യാം. ഓക്കെ, ഓപ്പൺ യുവർ ഐസ്. ഓക്കെ മാഡം, ഈ വൈറ്റ് ബോർഡിൽ മാഡം അദ്ദേഹത്തിന്റെ കണ്ണിലോട്ടൊന്ന് നോക്കുക. മാഡം ജസ്റ്റ് ട്രൈ ചെയ്യേണ്ടത്, നമുക്കും ട്രൈ ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ, നമുക്ക് ട്രൈ ചെയ്യാലോ. ഓക്കെ, ഏകദേശം അടുത്തെത്തിയാൽ പോലും നമുക്ക് ഫസ്റ്റ് വേർഡ് ലെറ്റർ നമുക്ക് നോക്കാം അല്ലേ? ഏകദേശം അടുത്തെത്തിയാൽ നമുക്ക് കണ്ടിന്യൂ വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഓക്കെ മാം, പ്ലീസ് മാം അദ്ദേഹത്തെ നോക്കുക. സാർ നല്ലോണം വേർഡൊന്ന് ഫീൽ ചെയ്യാം. ഫസ്റ്റ് ലെറ്റർ മാത്രം, അപ്പൊ ആ വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ മാത്രം ഒന്ന് നല്ലോണം ഒന്ന് ഇമാജിൻ. മാഡം ഫസ്റ്റ് ലെറ്റർ ഏകദേശം ഫേസിൽ നോക്കിയിട്ട് ആ ഒരു ഫീൽ ചെയ്യുന്ന ഒരു ലെറ്റർ ഒന്ന് എഴുതാൻ ശ്രമിക്കുക. നമുക്ക് ശ്രമിച്ചു നോക്കാം. ഐ എം നോട്ട് ഷുവർ. ശരിയായ മാഡം നല്ല കഴിവ് കൊടുക്കണം, ഏകദേശം അടുത്തെത്തിയ പോലെ നല്ല കഴിവ് കൊടുക്കണം. ഓക്കെ സാർ, ആ ഫസ്റ്റ് ലെറ്റർ എന്തായിരുന്നു ഒന്ന് പറയാമോ? ഡി ആയിരുന്നു അല്ലേ? ഓക്കെ, എച്ച് ആയിരുന്നു, ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, നല്ലൊരു മാഡം, നല്ലൊരു കഴിവ് കൊടുക്കാം, നല്ലൊരു കഴിവ് കൊടുക്കാം. ഓക്കെ മാം, താങ്ക് യു ഫോർ വാല്യുബിൾ ടൈം. ഗോ ബാക്ക് യുവർ സീറ്റ്. ഓക്കെ, നല്ലോണം ചെയ്തിട്ടുണ്ട്. ഓക്കെ സാർ, ഡി ആയിരുന്നു അല്ലേ? നല്ല കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുന്നല്ലോ സാർ, നല്ലോണം കുഴപ്പിക്കാനുള്ളതാണല്ലോ അല്ലേ? ഓക്കെ സാർ, നമുക്കൊന്ന് ട്രൈ നോക്കാം. ഏകദേശം ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഉറപ്പ് പറയുന്നില്ല. സാർ എന്നെ നോക്കാവോ? നല്ലോണം ഒന്ന് ഫീൽ ചെയ്യാവോ? അവിടെ നല്ലോണം ഒന്ന് ഫീൽ ചെയ്യാവോ? ഓക്കെ ഓക്കെ സാർ, എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്നൊന്ന് തിങ്ക് ചെയ്യാവോ? ഐ തിങ്ക് 7 or above. Maybe above. Okay. സാർ, നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാത്തൊരു വേർഡാണെന്ന് ഫീൽ ചെയ്യുന്നു. ഐ തിങ്ക്, am I right? ഓക്കെ
സാർ നല്ലോണം ഒന്ന് ഫീൽ ചെയ്യാം. ഓക്കെ, നല്ലോണം ഫീൽ ചെയ്യാവോ. ഓക്കെ, ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഐ ആം നോട്ട് ഷുവർ. ഓക്കെ, സാർ ആ വേട് എനിക്ക് ഉറപ്പൊന്നുമില്ല സാർ. തെറ്റിപ്പോയാലും ശരിയാണെന്ന് നിങ്ങൾ കൂടെ നിൽക്കൂലേ? അതാണ്. ഓക്കെ സാർ, ആ വേടൊന്ന് പറയാവോ? ഡാഷ്ബോർഡ്. Everybody can see that dashboard. Okay, സാർ നല്ലൊരു കൈ കൊടുക്കാം. ഓക്കെ സാർ, താങ്ക് യു ഫോർ വാല്യുബിൾ ടൈം. ഗോ ബാക്ക് ടു സീറ്റ്. ഓക്കെ, അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ധൈര്യമായിട്ട് പോരെ. ഓക്കെ മാമിന് നല്ലൊരു ഗൈഡ് കൊടുക്കാം. എല്ലാവരും നല്ലൊരു ഗൈഡ് കൊടുക്കും. മാം പേരെന്തായിരുന്നു? നിമിഷ. എവിടെ നിന്നാണ്? കൽപ്പറ്റ. ഓക്കെ മാം, ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് സോങ്സ് ഉണ്ട്. എന്റെ ബുക്സിൽ ഒരുപാട് സോങ്സ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഇവർക്ക് വേണ്ടി വായിക്കാവോ? ജസ്റ്റ് ഒന്ന് വായിച്ചു കൊടുക്കാവോ? അലരെ നീ എന്നിലെ ഉള്ളിലെ ഭയമോ മിഴിയോ നിന്നോട് മിണ്ട. ഡിഫറെന്റ് അല്ലേ നോക്കിയാൽ മതി. ഓക്കെ, സൗഗന്ധികങ്ങളെ അതെല്ലാം ഡിഫറെന്റ് അല്ലേ? ഓക്കെ, മാം എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ട്രിപ്പിൾ ചെയ്യും. അപ്പൊ മാമിന് ഏതെങ്കിലും ഒരു സ്റ്റോപ്പ് എന്ന് മനസ്സ് പറയുന്ന പോയിന്റിൽ സ്റ്റോപ്പ് പറയാം. അവിടെ ഞാൻ ഓപ്പൺ ചെയ്യുന്ന സോങ് ആയിരിക്കും മാഡം സോങ്. ഓക്കെ, മാഡം അത് ചേഞ്ച് ചെയ്യാം. മനസ്സ് എവിടെയാണോ പറഞ്ഞത് അതായിരിക്കും. ഓക്കെ ഇവിടെ ഞാൻ റിഫിൾ ചെയ്യുന്നുണ്ട് നോക്കാം. ഓക്കെ ഓപ്പൺ ചെയ്യണോ മുമ്പോട്ട് പോകണോ നോക്കണോ? ഓക്കെ, സോങ് കണ്ടല്ലോ. ഓക്കെ, ക്ലോസ് ചെയ്തോട്ടെ. ഓക്കെ, ആ സോങ് നല്ലോണം ഒന്ന് മനസ്സിൽ ഫീൽ ചെയ്യാവോ? ഓക്കെ, നല്ലോണം ഒന്ന് ഫീൽ ചെയ്യാവോ? ഓക്കെ, നല്ലോണം ഒന്ന് ഫീൽ ചെയ്യാവോ? ആ സോങ് നല്ലോണം ഒന്ന് മനസ്സിൽ നല്ലോണം ഒന്ന് ഇമാജിൻ ചെയ്യും. അവിടെ നിങ്ങളുടെ ഇമാജിനേഷൻ പവറൊക്കെ നോക്കട്ടെ. നല്ലോണം ഒന്ന് ഇമാജിൻ ചെയ്യാവോ? ഓക്കെ, ഇച്ചിരി ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു. ഓക്കെ, അതൊരു ഫെമിലിയർ അല്ലാത്ത സോങ് ആണെന്ന് തോന്നുന്നു. കുഴപ്പമില്ല. ഓക്കെ, അതിലെ നടനെ അറിയുമെങ്കിൽ ഒന്ന് ഫീൽ ചെയ്യാവോ? നടനെ അറിയാവോ? അറിയില്ല. ഓക്കെ, ഫിലിം അറിയാവോ? ആ സോങ്ങിന്റെ ഫിലിം ഓർമ്മ ഫിലിം അറിയില്ല. ഓക്കെ സാറല്ല. ഓക്കെ, നല്ലോണം ആ സോങ് ഞാനൊന്ന് ട്രൈ ചെയ്യാം. മാഡം ഒന്ന് ആ വരികളൊന്നും ഒന്ന് ഫീൽ ചെയ്യാവോ? ആ വരികൾ ഇവിടെ എഴുതി തെളിഞ്ഞിങ്ങനെ പോകും. നമ്മുടെ എൽ സ്ക്രീനെ പോലെ വളരെ ഭംഗിയിൽ ഇങ്ങനെ എഴുതി ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നതായിട്ട് ഒന്ന് ഫീൽ ചെയ്യാവോ? നല്ലോണം ഒന്ന് ഫീൽ ചെയ്ത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യാം. നോട്ട് ഷുവർ മാം, പ്ലീസ്. കൈശ്രം കുറച്ച് മോശമാണ്. ഓക്കെ മാം, സോങ് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യാം. ഐ എം നോട്ട് ഷുവർ. ഓക്കെ മാം, ഈ ബോർഡ് ഇങ്ങനെ പിടിച്ചോളൂ. ഓക്കെ, ഒന്ന് മാം ആ സോങ് ഒന്ന് പറയാവോ? മന്ദാരം കാറ്റിനെ പ്രണയിച്ചു. ഓക്കെ, മന്ദാരം കാറ്റിനെ പ്രണയിച്ചോ? ഓക്കെ മാം, നല്ലൊരു കൈ കൊടുക്കാം. ഓക്കെ മാം, താങ്ക് യു ഫോർ വാല്യുബിൾ ടൈം. ഗോ ബാക്ക് യുവർ സീറ്റ്. നമുക്ക് ഞാൻ കുറച്ച് പേപ്പേഴ്സ് തരാം. ഓക്കെ, ഇതിലെല്ലാവരും കുറച്ച് പേർക്ക് തരാം. അപ്പോൾ എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള കുറച്ച് ഡ്രോയിങ്സ് വരയ്ക്കാം. നമ്മൾ സുന്ദരിക്ക് പൊട്ട് തൊടുമ്പോൾ വലിയ സുന്ദരി ഒന്നും വരയ്ക്കരുത്. സിമ്പിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ മാത്രമേ വരയ്ക്കാവുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ വരയ്ക്കാം. ആരെയും കാണിക്കണ്ട. 4 മടക്കുക, കയ്യിൽ വെക്കുക. ഓക്കെ, ഞാൻ പിന്നീട് കളക്ട് ചെയ്തോളാം. വളരെ സിമ്പിൾ ആയിട്ട് ഒരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലുള്ള ഡ്രോയിങ് ആയിരിക്കണം നിങ്ങൾ അതിൽ വരയ്ക്കേണ്ടത്. ഓക്കെ, പെണ്ണ് തന്നിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഒന്ന് ചോദിച്ചു മേടിക്കണം. ഓക്കെ, ആരാണ് അടുത്ത ഒരാളും കൂടെ ഒന്ന് കടന്നു വരാമോ? നമുക്ക് ആരെങ്കിലും ഒരാളൊന്ന് കടന്നു വരാമോ? ഒരാള് ഞാൻ ബോൾ അറിയുന്നില്ല. ആർക്കും ഇഷ്ടമുള്ള ഒരാളൊന്ന് കടന്നു വരാമോ? ആരെങ്കിലും ഒരാൾ തീർച്ചയായും. ആർക്കും വരാം, എന്തിനാ പേടിക്കുന്നത്? ധൈര്യമായിട്ട് കഴിഞ്ഞിട്ട് പോരുന്നേ. ആ ഓക്കെ സാർ, നമസ്കാരം. എന്തായിരുന്നു സാറിന്റെ പേരെന്തായിരുന്നു? ആഞ്ചലോസ്. ഓക്കെ, നല്ല ദൈവമുള്ളോ, അടിപൊളി. ഓക്കെ സാർ, എവിടുന്നാ വരുന്നത്? കോട്ടയാണ് അല്ലേ? ഓക്കെ സാർ, നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാല് സാർ ഇവിടെ നിന്ന് ഇരുന്നോളൂ. ഓക്കെ, കുറച്ച് കയറിയിരിക്കാം, എന്നാൽ അവർ കുറച്ചുകൂടെ വ്യൂ കിട്ടുമായിരിക്കും. ഓക്കെ സാർ, ഇവിടെ നിന്ന് ഇരുന്നോളൂ.
ഓക്കെ സാർ ഒന്ന് കണ്ണുകൾ അടയ്ക്കുക, വളരെ റിലാക്സ് ആവുക. ഓക്കെ, നല്ലൊരു ബ്രീത്ത് എടുക്കുക. ഓക്കെ സാർ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നല്ലോണം ഒന്ന് മനസ്സിൽ നിന്ന് ഇമാജിൻ ചെയ്യാം, നല്ലോണം ഇമാജിൻ ചെയ്യാം. സാറിന് ഇംഗ്ലീഷ് വായിക്കാനുള്ള ആ റീഡ് ചെയ്യാനുള്ള എബിലിറ്റി നഷ്ടപ്പെട്ടതായിട്ട് അല്ലെങ്കിൽ ഞാൻ എടുത്തു കളഞ്ഞായിട്ട് നല്ലോണം ഒന്ന് മനസ്സിലൊന്ന് നല്ലോണം ഒന്ന് ഫീൽ ചെയ്യാം. ഇനി കുറച്ച് നേരത്തേക്ക് ഞാൻ ആ റീഡിംഗ് എബിലിറ്റി സാറിൻ്റെ ഒന്ന് എടുത്തു കളഞ്ഞായിട്ട് ഒന്ന് ഫീൽ ചെയ്യാം. ഞാനത് എടുത്ത് പറപ്പിച്ചു വിട്ടിട്ടുണ്ട്. സാറിന് ഇനി ഇംഗ്ലീഷ് വായിക്കുമ്പോൾ വായിക്കാൻ പറ്റത്തില്ല, നല്ലോണം ഇമാജിൻ ചെയ്യാം. ഓക്കെ, ഒന്ന് ബ്രീത്ത് എടുത്ത് വിട്ടോളൂ. സ്ലോലി ഓപ്പൺ യുവർ ഐസ്. ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? ഓക്കെ, എല്ലാവരും ഒന്ന് വായിക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ട്രൈ ചെയ്യാവോ? അടുത്തുനിന്ന് കാണുമെന്ന് എനിക്ക് അറിയത്തില്ല, ലോങ് അറിയത്തില്ല. ഓക്കെ സാർ, കാണുന്നുണ്ടോ? ഓക്കെ, കാണുന്നുണ്ടല്ലോ. ഓക്കെ സാർ, ഇതൊന്ന് വായിക്കാൻ പറ്റുമോ? ഒന്ന് ട്രൈ ചെയ്യോ? പറ്റുന്നോ? സാറിന് കിട്ടുന്ന പോലെ വായിച്ചാൽ മതി. അപ്പിൾ സോസ്. ഓക്കെ സാർ, സാറില്ല, നമുക്കൊന്നുകൂടെ നോക്കാം. ഒന്ന് ട്രൈ ചെയ്യോ? ഒന്ന് കാണുന്നുണ്ടോ? ഒന്ന് നോക്കാം. നിങ്ങൾക്ക് ദൂരം ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അടുത്തുള്ളവരൊന്ന് കാണുന്നുണ്ടല്ലോ, സാറിന് കാണുന്നില്ലേ? ഓക്കെ സാർ, ഇതൊന്ന് വായിക്കാൻ പറ്റുമോ? ഒന്ന് ഓക്കെ, ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, ഞാൻ ഇവിടെ പേടിക്കണ്ട. ഓക്കെ, ഇതൊന്ന് വായിക്കാവോ? ഇതൊന്ന് വായിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ലോങ് കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ല സാർ, കാണുന്നുണ്ടോ? അത് ഇച്ചിരി ലോങ് ബുദ്ധിമുട്ടാണ്. കാണുന്നുണ്ടോ? ഓക്കെ സാർ, ഇതൊന്ന് വായിക്കാൻ പറ്റുന്നുണ്ടോ നോക്കുവോ? ഓക്കെ സാറില്ല, നമ്മൾ സാറിന്റെ എബിലിറ്റി കാണിച്ചോണ്ടല്ലോ. സാർ നല്ലൊരു കൈയ്യടി കൊടുക്കും, നല്ലൊരു കൈയ്യടി കൊടുക്കും. അതാണ് ആ ഒറ്റ വേണ്ട പവർ വരട്ടെ ഇങ്ങോട്ട്. ഓക്കെ, ഇത് കൂടെ ഈ ഒറ്റ വേണം നോക്കാം. ഇത് കാണാൻ വരുന്നുണ്ടോ? ഒന്ന് ഫീൽ ചെയ്യാം. കാണാൻ ചിലർക്ക് പറ്റുമായിരിക്കും, ചിലർക്ക് പറ്റില്ല. ഓക്കെ, അടുത്തിരിക്കുന്നവർ കുറച്ച് കാണാൻ പറ്റുമായിരിക്കും. സാർ, ഇത് കൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ മതി. ഓക്കെ സാർ, ടെൻഷൻ അടിക്കണ്ട. സാർ ഒന്ന് കണ്ണുകൾ അടയ്ക്കാം, വളരെ റിലാക്സ് ആയിക്കോളൂ. ഒന്ന് ബ്രീത്ത് എടുക്കുക, വളരെ കൂളായിക്കോളൂ. ഞാനുണ്ട്, പേടിക്കൊന്നും വേണ്ട, ഞാൻ ഇവിടെ ഉണ്ട്. ഓക്കെ, സാറിന്റെ ജോലിയൊന്നും ഞാൻ കളയത്തില്ല കേട്ടോ. ഓക്കെ സാർ, ആരുടെ ഞാൻ സാറിന് തിരിച്ചു തരുന്നതായിട്ട് ഒന്ന് ഫീൽ ചെയ്യാം. ഓക്കെ, നല്ലോണം ഫീൽ ചെയ്യാം. സാറിന്റെ റീഡ് ചെയ്യാനുള്ള എബിലിറ്റി ഒക്കെ തിരിച്ചു കിട്ടിയാണ്, നല്ലോണം ഒന്ന് ഫീൽ ചെയ്യാം. ഓക്കെ, സ്ലോലി ഓപ്പൺ യുവർ ഐസ്. ഓക്കെ, വേർഡ് കാണുന്നുണ്ടോ? ഒന്ന് ശ്രമിച്ചു നോക്കാവോ? കാണുന്നുണ്ടോ? ഓക്കെ സാർ, ഈ പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാവോ? ഓക്കെ സാർ, നല്ലൊരു കൈയ്യടി കൊടുക്കാം സാറിന്. ഓക്കെ, വേണം ഒന്നുകൂടെ നോക്കാവോ? നിങ്ങൾ കാണുന്നുണ്ടോ? സാറിന് കാണുന്നുണ്ടോ? അടുത്താണ് സാറിനോട് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ സാർ, ഒന്ന് വായിക്കാൻ ശ്രമിച്ചോ? ഓക്കെ, ഒന്നുകൂടെ ട്രൈ ചെയ്യാം. ഓക്കെ, കാണുന്നുണ്ടല്ലോ. ഓക്കെ സാർ, ഒന്ന് വായിക്കാൻ ശ്രമിക്കാവോ? എഡ്യൂക്കേഷൻ. ഓക്കെ, ലാസ്റ്റ് വേർഡ്. ഓക്കെ, ഒറ്റ വേർഡും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. ഓക്കെ സാർ, ഒന്ന് ട്രൈ ചെയ്യാവോ? മെയിൻ്റനൻസ്. ഓക്കെ, നല്ലൊരു കൈയ്യടി കൊടുക്കും സാർ, നല്ലൊരു കൈയ്യടി കൊടുക്കും. ഓക്കെ സാർ, താങ്ക് യു സാർ. അയ്യോ ഇല്ല ബ്രോ, ഒരിക്കലും ഇല്ല. എന്തായിരുന്നു സാറിന്റെ പേരെന്തായിരുന്നു? മുഹമ്മദ് റാഫി ആയിരുന്നു. എവിടെ നിന്നാണ് വരുന്നത്? തേറ്റമല. ഓക്കെ സാർ, ഒന്ന് കണ്ണുകൾ അടച്ചോളൂ, മയക്ക് തന്നോളൂ, നേരെ തിരിഞ്ഞു തന്നോളൂ. ഓക്കെ, കുറച്ച് ഇറങ്ങുന്നോളൂ. ഓക്കെ, കണ്ണുകൾ അടച്ചോളൂ, റിലാക്സ് ആയിക്കോളൂ, നല്ല റിലാക്സ് ആയിക്കോളൂ. ബോഡിയൊക്കെ നല്ല റിലാക്സ് ആയിക്കോളൂ. ശ്വാസം എടുത്ത് വിടുന്തോറും ബോഡി നല്ല റിലാക്സ്ഡ് ആവുന്നത് നല്ലോണം ഫീൽ ചെയ്യാം. സാർ, കൈകൾ രണ്ടൊന്ന് പുറത്തെടുത്തിട്ടാൽ വലിയ ഉപകാരമായിരുന്നു. ഓക്കെ സാർ, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിൻ്റെ ബോഡിയിൽ ഉണ്ടാവുന്ന ടച്ചസ് ഏത് സൈഡിലാണ് ടച്ച് ചെയ്യുന്നത് ആ സൈഡിലെ കൈകൾ മുകളിലോട്ട് ഉയർത്തുക. ആം ഐ റൈറ്റ്? ഓക്കെ സാർ, ക്ലിയർ ആയല്ലോ? ഓക്കെ, ഒരു കുഴപ്പമില്ല സാർ, ഞാൻ ഉണ്ട്. ഓക്കെ സാർ, ഞാൻ ജസ്റ്റ് സാറിൻ്റെ ഏതെങ്കിലും സൈഡിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് സാറിൻ്റെ കൈകൾ ഏത് വശത്താണ് ടച്ച് ഉള്ളത്? ഇപ്പോൾ റൈറ്റ് സൈഡിലാണെങ്കിൽ റൈറ്റ് ഹാൻഡ് ഉയർത്തുക, ഡൗൺ ചെയ്യുക. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ഉയർത്തുക, ഡൗൺ ചെയ്യുക. ആം ഐ റൈറ്റ്? ഓക്കെ സാർ. ഓക്കെ സാർ, ബോഡി വളരെ റിലാക്സ് ആണ്. ഒരു കൊതുക് കുത്തിയാൽ പോലും അറിയുന്ന ഫീലിംഗ് സാറിന് ഇപ്പോൾ ഉണ്ട്. ഓക്കെ, ഇനി രണ്ട് സൈഡിലും സാർ ടച്ച് ചെയ്യുകയാണെങ്കിൽ രണ്ട് കൈകൾ ഉയർത്തുക. ഓക്കെ സാർ, വളരെ ഓക്കെ ആണല്ലോ, വളരെ ഫ്രീ ആണ്, മൈൻഡ് ഫുൾ ഓക്കെ ആണ്. ഓക്കെ, ടച്ച് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സാറിന് കൈകൾ കുറച്ചും കൂടി ഉയർത്തി താത്താം. കാല് വേണ്ട, കൈകൾ തന്നെ ഉയർത്തിയാൽ മതി. കൈകൾ ആ സൈഡിലത്തെ കൈകൾ ഉയർത്തിയ സാർ.
ടച്ച് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സാറിന് കൈകൾ ഉയർത്താം. ഓക്കെ സാർ, നല്ലോണം ഇമാജിൻ ചെയ്തോളൂ, വളരെ സെൻസിറ്റീവ് ആയിട്ട് നിന്നോളൂ. ഓക്കെ സാർ, നല്ലോണം ചെയ്തു. സാർ നല്ലൊരു കൈയുടെ ആദ്യം കൊടുക്കും, നല്ലൊരു കൈയുടെ കൊടുക്കും. ഓക്കെ സാർ, ടെൻഷൻ ആവുണ്ടോ? ചെറുങ്ങനെ. ഓക്കെ, ടെൻഷൻ ആവണ്ട, വളരെ കൂളായിട്ട് നിന്നോളൂ. നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ, കണ്ണുകൾ തുറന്നോളൂ. ടെൻഷൻ ഉണ്ടോ? ചെറുങ്ങനെ ടെൻഷൻ ഉണ്ടോ? ചെറുങ്ങനെ ടെൻഷൻ ഉണ്ടല്ലേ? സാറല്ല, കുഴപ്പമില്ല, നല്ലോണം ചെയ്തു കേട്ടോ. ഓക്കെ, അത്ര വർക്കായില്ല, കാരണം ഫീൽ അത്ര അങ്ങോട്ട് കിട്ടിയിട്ടില്ല. കുഴപ്പമൊന്നും, നല്ലോണം ചെയ്തിട്ടുണ്ട്. എനിവേ താങ്ക്സ്. ഓക്കെ, നല്ലൊരു കൈ കൊടുക്കും സാർ. ഓക്കെ, താങ്ക് യു. അമിൻ ഷാ ഓക്കെ, സാർ എവിടെ നിന്നായിരുന്നു? പടിഞ്ഞാറത്തറ ആയിരുന്നല്ലേ സാർ? ഓക്കെ, നേരത്തെ നമ്മുടെ കുട്ടികളും ഇവരൊക്കെ ആയിട്ട് കുറെ ഡ്രോയിങ്സ് ഇവിടെ അവർ വരച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ എന്ന് വെച്ചാൽ അതിൽ നിന്ന് സാറ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സാർ ജസ്റ്റ് അതിൽ നിന്ന് ഒരു ഡ്രോയിങ് ഷഫിൾ ചെയ്തിട്ട് എടുക്കാം. റൈറ്റ്? ഓക്കെ, ജസ്റ്റ് ഷഫിൾ ചെയ്തിട്ട് സാർ ഒറ്റ ഡ്രോയിങ് ഒന്ന് റിലാക്സ് ആവും, ബോഡി ഒന്ന് റിലാക്സ് ആവാം. അല്ല, കണ്ണുകൾ അടച്ചു ഒന്ന് റിലാക്സ് ആയിരിക്കും. ഓക്കെ, ഒന്ന് ബ്രീത്ത് എടുത്തോളൂ, ഒന്ന് കൂൾ ആയിക്കോളൂ. ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഒന്നും വേണ്ട അല്ലേ? ഞാനില്ല ഇവിടെ അല്ലേ? ഓക്കെ, നല്ല റിലാക്സ് ആയിക്കോളൂ, കണ്ണുകൾ അടച്ചൊന്ന് റിലാക്സ് ആയിക്കോളൂ, ഒന്ന് കൂൾ ആയിക്കോളൂ. ഓക്കെ, സാർ ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ റാൻഡമായിട്ട് ഒറ്റ ഒരെണ്ണം മാത്രം ഒന്ന് പിക്ക് ചെയ്യാം. ഒറ്റ ഒരു ഡ്രോയിങ്ങേ പിക്ക് ആവുള്ളൂ. ഓക്കെ, അത് കയ്യിൽ വെച്ചോളൂ. സാർ എന്നെ കാണിക്കണ്ട. ഓക്കെ സാർ, ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് നിന്ന് ഓപ്പൺ ചെയ്യാവോ? തിരിഞ്ഞു നിന്ന് ഒന്ന് ഓപ്പൺ ചെയ്യാവോ? സാർ ആ ഡ്രോയിങ് കണ്ടല്ലോ. ഓക്കെ, സുന്ദരി ഒന്നും അല്ലല്ലോ സാറേ. ഓക്കെ ഓക്കെ സാർ, ആ ഡ്രോയിങ് സാർ മടക്കി കീശയിൽ വെക്കാം. സാറിനത് മൈൻഡിലുണ്ടല്ലോ? മൈൻഡിലുണ്ടല്ലേ? നമുക്ക് ആ ഡ്രോയിങ് ഒന്ന് വരയ്ക്കാൻ ശ്രമിച്ചു നോക്കിയാലോ? കളറായിരിക്കോ? സാറൊന്ന് വരയ്ക്കാം, മൈക്കൊന്ന് താഴെ വെക്കാം. സോറി, സാറിന് വരയ്ക്കാൻ ആയില്ല. സാർ, നമുക്ക് ആ ഡ്രോയിങ് നമുക്കൊന്ന് ഫീൽ ചെയ്യാം ആദ്യം സാർ. ഓക്കെ, നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഐ എം നോട്ട് ഷുവർ. ഓക്കെ, എനിക്കൊരു ഉറപ്പില്ല. ഞാൻ പറഞ്ഞല്ലോ, എല്ലാം നമ്മൾ മെന്റലിസ്റ്റില് എല്ലാ കാര്യങ്ങളും ശരിയാവണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതേസമയം ഞാനും ഇദ്ദേഹവും ആണെന്ന് വിചാരിക്കാം. ഞാൻ ഇദ്ദേഹവും ഒരേ മൈൻഡിൽ ഒരേ ഫീലിൽ എടുത്താൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഒരേപോലെ വർക്കാവുള്ളൂ. എന്റെ മനസ്സിൽ എന്തെങ്കിലും ടെൻഷൻ വന്നാലും ഇദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തെങ്കിലും ടെൻഷൻ വന്നാലൊക്കെ ഈ ഷോയിനെ ബാധിക്കും എന്ന് കരുതി ആരും ചെയ്ത് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. അതായത് നമ്മുടെ മൈൻഡുമായിട്ടുള്ള കണക്ഷൻ. അപ്പോൾ ശരിയാവണം എന്ന് ഞാൻ ഉറപ്പൊരിക്കലും പറയുന്നില്ല. കാരണം തെറ്റിപ്പോയാൽ നിങ്ങളൊക്കെ എന്റെ കൂടെ ഉള്ളതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. നമുക്കൊന്ന് ട്രൈ ചെയ്യാം അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ സാർ, എന്നെ കാണിക്കരുത്, നമുക്ക് ബാക്ക് ടു ബാക്ക് നിൽക്കാം. സാർ അങ്ങോട്ട് തിരിഞ്ഞു നിന്നോളൂ. അങ്ങനെ നിൽക്കണം. ഓക്കെ, എന്നിട്ട് വരയ്ക്കാം. ഓക്കെ ഓക്കെ, വരയ്ക്കണ്ട, റീഡ് ചെയ്യണം. ഓക്കെ, സംഭവം സാറിന് മനസ്സിലായി. നമ്മൾ തിരിഞ്ഞു നിൽക്കുന്നു, നമ്മൾ വായിക്കുന്നു, എന്തെന്നോ വരയ്ക്കുന്നു. ഓക്കെ സാർ, നല്ലോണം ഒന്ന് ഫീൽ ചെയ്യാവോ? ഒന്ന് കൈകളൊന്ന് ബുദ്ധിമുട്ടുണ്ടോ? ശരി വെക്കാവോ? ശരി, ഇല്ല, ശരി സാർ, ഒന്ന് കൈകൾ തരാമോ? സാർ, നല്ലോണം ഒന്ന് ഫീൽ ചെയ്യാവോ? ആ ചിത്രം നല്ലോണം ഫീൽ ചെയ്യാവോ? ഓപ്പണിംഗ് റൈസ്, എൻ്റെ കണ്ണുകളിലോട്ട് നോക്കാവോ? ഓക്കെ, ആ ഡ്രോയിങ്ങിനെ പറ്റി ഒന്ന് നല്ലോണം ഒന്ന് ഇമാജിൻ. ആ ഡ്രോയിങ് ഇവിടെ ഉള്ളതായിട്ട് ഒന്ന് ഫീൽ ചെയ്യാം, നല്ലോണം ഫീൽ ചെയ്യാവോ? ആ ഡ്രോയിങ്ങിൻ്റെ സ്ട്രക്ചർ അതെങ്ങനെയാണ് ഇരിക്കുന്നത്, അതിനെപ്പറ്റി ഒന്ന് ഫീൽ ചെയ്യാവോ? ഒരുപാട് ഡ്രോയിങ് ഉണ്ട്, കോംപ്ലിക്കേറ്റഡ് ഡ്രോയിങ് ഒന്നും അല്ലല്ലോ അല്ലേ? സിമ്പിളാണ്. ഓക്കെ സാർ, നല്ല കോൺഫിഡൻ്റ് ആണ്, വരയ്ക്കാൻ സാറിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഓക്കെ സാർ, നമ്മൾ ഫീൽ ചെയ്യാം. ഓക്കെ, അത് വലിയ കോംപ്ലിക്കേറ്റഡ് ഉള്ള ഫീൽ ഇതല്ല എന്നല്ല സാർ പറഞ്ഞേ. ഓക്കെ, ആ ഡ്രോയിങ് ഒന്ന് ഇമാജിൻ ചെയ്യോ? ഒന്ന് ഇവിടെ ഉണ്ടെന്ന് ഇമാജിൻ ചെയ്യോ? ഒന്ന് അതിന്റെ സ്ട്രക്ചറൊക്കെ ഒന്ന് നോക്കാവോ? ഒന്ന് ഫീൽ ചെയ്യും, ഒന്ന് സ്ട്രക്ചർ ഒന്ന് മൊത്തത്തിൽ അടിമുടി നോക്കാവോ ആ ഡ്രോയിങ്ങിനെ? ഓക്കെ ഓക്കെ, ടെൻഷൻ ഉണ്ടാ? ഓക്കെ സാർ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സാർ ഒന്ന് എടുക്കാമോ? ഐ എം നോട്ട് ഷുവർ, നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്യാം. ഓക്കെ, തിരിഞ്ഞോളൂ. ഓക്കെ സാർ, ഇങ്ങോട്ട് പോന്നോളൂ, സെന്ററിലോട്ട് പോന്നോളൂ, തിരിഞ്ഞോളൂ. ഓക്കെ, ഞാൻ പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, സ്റ്റാർട്ട്. ഐ എം
നോട്ട് ഷുവർ ഇതന്നെ ആവണമെന്ന് ഒരു ഉറപ്പുമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സാർ കംപ്ലീറ്റ് ആയിട്ട് തിരിയരുത്, പറയണം കേട്ടോ. ഓക്കെ സാർ, സാർ വരച്ച ആ ഡ്രോയിങ് ഓപ്പൺ ചെയ്യണ്ട. ഓക്കെ, ഒന്ന് ഇവരെ കാണിക്കാവോ? ഒന്ന് ഡ്രോയിങ് സാർ വരച്ച ഡ്രോയിങ് ഒന്ന് കാണിക്കാവോ? ഇച്ചിരി വെയിറ്റ് ഉണ്ട്. ഓക്കെ, താങ്ക് യു. നല്ലോണം ചെയ്തു സാർ. നല്ലൊരു ക്ലാപ്പ് കൊടുത്ത് പറഞ്ഞു, നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം സാറിന്, അടിപൊളി ക്ലാപ്പ് കൊടുക്കാം. മുഹമ്മദ് അബിനാസ്. എവിടെ നിന്നാണ് സാർ വരുന്നത്? മാനന്തവാടി. ഓക്കെ സാർ, നമുക്ക് എല്ലാവർക്കും പല പല സുഹൃത്തുക്കൾ ഉണ്ടാവും, റൈറ്റ്? ഓക്കെ, നമ്മൾ തമ്മിൽ ഇപ്പോഴാണോ കാണുന്നത്? ഇതിനു മുമ്പ് പരിചയമുണ്ടോ? എവിടെയെങ്കിലും പരിചയമുണ്ടോ? ഇല്ല. ഓക്കെ, സാറിന് നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ട് കണ്ടിട്ടൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യുന്നുള്ളൂ ഇവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ സാർ, സാർ എന്താ വെച്ചാൽ സാറിന്റെ ഒരു സുഹൃത്ത് സാറിന് അതുവരെ, അതായത് ഇതുവരെ ആരോടും പറയാത്തത്, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആർക്കും അറിയാത്തൊരു സുഹൃത്ത്. ഓക്കെ, എല്ലാവർക്കും ഉണ്ടാവില്ല, നമുക്കൊക്കെ സുഹൃത്തുക്കൾ ഉണ്ടാവും. സാറിന് ഇതുവരെ ആരോടും പറയാത്തതായ, അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരോട് പറയാത്തതായ, ഞങ്ങളിപ്പോ ഇവിടെ വന്നിരിക്കുന്ന സാറിന്റെ കൂടെ വന്നവരാണ് പറയാത്തതായ ഒരു സുഹൃത്തിനെ പറ്റി ഒന്ന് നല്ലോണം ഫീൽ ചെയ്യുക. ഒന്നും പറയണ്ട, ഒന്ന് ഫീൽ ചെയ്യുക. ഓക്കെ, നല്ലോണം ഫീൽ ചെയ്തോ? ഓക്കെ സാർ, മൈക്ക് ഒന്ന് ഇടത് കൈ തരാമോ? വലത് കയ്യിൽ പിടിച്ചിട്ട്. ഓക്കെ ഓക്കെ സാർ, നല്ലോണം ഒന്ന് ഫീൽ ചെയ്യാവോ? എന്റെ മുഖത്തിലൂടെ നോക്കാം. ആ സുഹൃത്തിനെ ഫീൽ ചെയ്താൽ മതി. സാർ ആ സുഹൃത്തിനെ പിക്ക് ചെയ്തല്ലോ അല്ലെ? ഒരു സുഹൃത്ത് സാറിന്റെ മൈൻഡിലുണ്ടല്ലോ. ആ മൈൻഡിൽ ആ സുഹൃത്തിനെ നല്ലോണം ഒന്ന് ഫീൽ ചെയ്യാവോ? ഫീൽ ചെയ്തു? ഓക്കെ സാർ, അതൊരു മെയിലാണ്, ആം ഐ റൈറ്റ്? ഓക്കെ, മേ ബി. ഓക്കെ ഓക്കെ സാർ, ഐ തിങ്ക് ഈസ് 35 above age. നോ? ഓക്കെ, നല്ലോണം റിമൈൻഡ് ചെയ്യാം സാർ. ആ പേര്, അക്ഷരങ്ങളൊന്നും, എത്ര നമ്പേഴ്സ് ഡോണ്ട് സേ, ഒന്നും പറയണ്ട. ഓക്കെ, എണ്ണം പറയണ്ട, ഒന്നും പറയണ്ട, ഫീൽ ചെയ്താൽ മാത്രം മതി. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഫീൽ ചെയ്താൽ മതി, ഒരു എക്സ്പ്രഷൻസും എനിക്ക് തരണ്ട. ഓക്കെ സാർ, എന്നെ നോക്കാം. ഓക്കെ സാർ, സാറിന്റെ ഫ്രണ്ടിനെ പറ്റി നല്ലോണം ഒന്ന് ഫീൽ ചെയ്യാം. ഓക്കെ സാർ, എത്ര അക്ഷരങ്ങൾ ഉണ്ടെന്നുള്ളതൊന്ന് ഫീൽ ചെയ്യാവോ? പറയണ്ട പറയണ്ട പറയണ്ട, ഫീൽ ചെയ്താൽ മതി. എത്ര എണ്ണം സാധിക്കും? എത്ര ലെറ്റേഴ്സ്, എത്ര ലെറ്റർ ഉണ്ടെന്നുള്ള അയാളുടെ പേരിൽ? ഓക്കെ, എന്നെ ഒന്ന് നോക്കൂ, ലുക്ക് അറ്റ് മീ. ഓക്കെ സാർ, ഞാനൊരു പ്രഡിക്ഷൻ ചെയ്യാം. എനിക്കിത് ഉറപ്പില്ല, നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ? ചെയ്ത് നോക്കാം അല്ലേ? ഓക്കെ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനൊരു പ്രഡിക്ഷൻ എഴുതാം. ഒറ്റ മിനിറ്റ്, ഇപ്പൊ വരാം. ഓക്കെ, എന്താ സാർ ടെൻഷൻ ഉണ്ടോ? ഇല്ല, കൂളാണ്. എനിക്കേ ടെൻഷൻ ഉള്ളൂ. ഓക്കെ, ഐ ആം നോട്ട് ഷുവർ. ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാം. ഓക്കെ, ഞാനിവിടെ ഇത് മടക്കി ഇവിടെ വെക്കാം. ഓക്കെ, ഗ്ലാസ്സിലുണ്ട്, ഇവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ സാർ, എന്തായിരുന്നു സാർ ആ പേര്? ഞാൻ ഇതിൽ ഓടണം എന്ന് ആദ്യം ആലോചിക്കട്ടെ. റാഫി എന്നായിരുന്നു അല്ലേ? ഓ, ഏകദേശം അടുത്തിട്ട് നിങ്ങൾ ക്ലാപ്പ് വരില്ലേ? ഉറപ്പല്ലേ? കൂടെ വെക്കൂലേ? അതാണ് ഒച്ച വരട്ടെ. ഓക്കെ സാർ, ഓക്കെ സാർ പോയിക്കോളൂ. ഓക്കെ, സാറിന്റെ പ്രൊഡിക്ഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ, മോന്റെ പേരെന്തായിരുന്നു? മുഹമ്മദ് മുഫ്ലിൻ. എവിടുന്നാ വരുന്ന മോൻ? കൊളകപ്പാറ എന്നല്ല വരുന്നത്. എത്രയല്ല പഠിക്കണേ? 6-ലാണ് അല്ലേ? മോൻ ഒരുപാട് സ്ഥലങ്ങളൊക്കെ പോവാൻ ഭയങ്കര ഇഷ്ടമുണ്ടാവും അല്ലേ? അതില് ഇഷ്ടമുള്ളൊരു സ്ഥലം മോനൊന്നും ഫീൽ ചെയ്യാവോ? മോന് പോവാനല്ലേ? ഇതിനു മുമ്പ് പോയതോ അല്ലെങ്കിൽ ഇനി പോവാൻ ചാൻസ് ഉള്ളതോ ഏതെങ്കിലും ഒരു സ്ഥലം ഒന്ന് ഫീൽ ചെയ്യാവോ? നല്ലോണം ഫീൽ ചെയ്യാവോ? ഓക്കെ സാർ, ഇതിനു മുമ്പ് ഇമോഷണൽ സാർ ഇതിനു മുമ്പ് പോയ, അല്ലെ മോൻ പോയ ഒരു സ്ഥലമാണ്, റൈറ്റ്? ശരിയാണോ? ഇതിനു മുമ്പ് മോൻ പോയിട്ടുള്ള സ്ഥലത്താണോ മോനിപ്പോ മനസ്സിൽ കണ്ട സ്ഥലം ആണോ? ഒന്ന് പറയാവോ? അതെ, ഓക്കെ, കുഴപ്പമില്ല മോനെ. നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാം അല്ലേ? ഓക്കെ, ടെൻഷൻ വേണം, ഞാൻ ഇവിടെ ഇല്ലേ? ഓക്കെ, കൂൾ. ഓക്കെ മോൻ, വേറൊരു സ്ഥലം കൂടെ ഒന്ന് ഫീൽ ചെയ്യാം. സ്ഥലം ഒന്നും എന്നോട് പറയണ്ട, ഒന്നും പറയണ്ട കേട്ടോ. ഓക്കെ, ഞാൻ ഇവിടെ ഉണ്ട്. ഓക്കെ, മോൻ ഒന്ന് നല്ലോണം ഒന്ന് ഫീൽ ചെയ്യാം. ഒരു സ്ഥലം, വേറൊരു സ്ഥലം, എനിക്കറിയാത്ത വേറൊരു സ്ഥലം, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയാത്ത, മോന് ഇഷ്ടം, ഏറ്റവും കൂടുതൽ പോകാൻ ഇഷ്ടമുള്ള സ്ഥലം ഒന്ന് ഫീൽ ചെയ്യാവോ? ഫീൽ ചെയ്തല്ലോ? ഓക്കെ, ആ സ്ഥലം ഒന്ന് നല്ലോണം ഒന്ന് മനസ്സിൽ നിന്ന് ഇമാജിൻ ചെയ്യാവോ? നല്ലോണം ഒന്ന് മനസ്സിലിങ്ങനെ ഓർക്കാവോ? പറയരുത്, ചുണ്ടാനക്കണ്ട, പറയണ്ട, നല്ലോണം ഒന്ന് ഇമാജിൻ ചെയ്യാവോ? നിങ്ങൾ ഇമാജിൻ ചെയ്തല്ലോ?
ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ കണ്ണിലോട്ട് നോക്കാം. എനിക്ക് ഉറപ്പില്ല. ആ, എന്തായാലും എഴുതാം അല്ലേ? ഓക്കെ, ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഒരാൾ കൂടെ സ്റ്റേജിലൂടെ കടന്നു വരാം. എന്തായിരുന്നു മോനെ, എന്തായിരുന്നു ആ സ്ഥലം? ഏതായിരുന്നു സ്ഥലം? ഏതായിരുന്നു പറഞ്ഞോളൂ. മോനെ ഇവിടെ എഴുതി വെച്ചിട്ട് ഞാൻ തൊട്ടിട്ടില്ല. ഗുണാക്കയമായിരുന്നു അല്ലേ? ഓ, ഓക്കെ, താങ്ക് യു ഫോർ വെൽവെൽ ടൈം. ഗോ ബാക്ക് യുവർ സീറ്റ്സ് മാം. ഹലോ, എന്തായിരുന്നു പേരെന്തായിരുന്നു? മാളവിക അല്ലേ? മാളവിക എവിടുന്നാ വരുന്നേ? മുട്ടിലാണല്ലേ? ഓക്കെ, മാളവിക എൻ്റെ അടുത്ത് കുറെ നോർമൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാവോ? ഒന്ന് തുറന്നിട്ടൊന്ന് വായിക്കാവോ? ഒന്ന് അവരോട് ഒന്ന് വായിക്കാം. പൊറോട്ട. ഓക്കെ, പതുക്കെ വായിച്ചാൽ മതി. ബൂസ്റ്റ്. ഓക്കെ മാഡം, തുറന്നാൽ മതി. ഞാൻ പറഞ്ഞ ശരിയല്ലേ നോക്കിയാൽ മതി. ഉള്ളിവട, ഇത് ഞാൻ തന്നെ എഴുതിയതാണ് കേട്ടോ, ടേസ്റ്റൊന്നും അത്ര നല്ലതല്ല. ഓക്കെ, പനീർ. ഓക്കെ, എല്ലാം ഡിഫറെന്റ് അല്ലെന്ന് അറിയാനായിട്ടാണ് മാഡം. ഒന്ന് തുറന്നു നോക്കിക്കോളൂ. ചോറ്. ഓക്കെ, ചിക്കൻ. കയ്യിലുള്ളതൊന്ന് മൊത്തം ഓപ്പൺ ചെയ്ത് നോക്കാം അല്ലേ? ഓക്കെ ഓക്കെ, ഹോർലിക്സ്. ഓക്കെ, സദ്യ. ഓക്കെ, ഒന്നുകൂടി ഉണ്ട്. പിസ്സ. ഓക്കെ, എല്ലാം ഡിഫറെന്റ് ആണല്ലേ? ഓക്കെ മാം, നമുക്ക് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്നിലോട്ട് ഇട്ടോളൂ. ഓക്കെ, എല്ലാം നല്ലോണം ഷഫിൾ ചെയ്യാം. നമുക്ക് നല്ലോണം ഷഫിൾ ചെയ്യാം മാം. നല്ലോണം ഒന്ന് ഫീൽ ചെയ്യാം. ഒന്ന് കണ്ണടയ്ക്കുക, റിലാക്സ് ആവുക. കണ്ണടയ്ക്കുക, റിലാക്സ് ചെയ്യാം. നല്ല റിലാക്സ് ആണല്ലോ? ഓക്കെ മാം, നല്ലോണം ഹോൾഡ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഒരെണ്ണം ഒന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. ഒരെണ്ണം കണ്ണടച്ചോളൂ. വളരെ റിലാക്സ് ആയിട്ട് ഒരെണ്ണം, ഭയങ്കര ഒറ്റ ഒന്നും എടുക്കാവുള്ളൂ. ഓക്കെ, ഒറ്റ ഒന്നും എടുക്കരുത്. ചേഞ്ച് ചെയ്യണേ ചേഞ്ച് ചെയ്യാം. ഓക്കെ, വീണ്ടും ചേഞ്ച് ചെയ്യാം. ഓക്കെ, വീണ്ടും ചേഞ്ച് ചെയ്യണോ? വേണ്ട, ഒരെണ്ണം അല്ല എടുത്തത്. ഓക്കെ മാഡം, ആയില്ല. അതൊരു മിനിറ്റ് അവിടെ നിന്നോട്ടെ മാഡം. തുറന്നു നോക്കണ്ട, ജസ്റ്റ് എ മിനിറ്റ്. ഞാനൊരു പ്രഡിക്ഷൻ എഴുതാം. തുറന്നു നോക്കണ്ട. ഡിസ്റ്റൻസ് പ്രകാരം എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, മാഡം പറഞ്ഞല്ലോ. അപ്പൊ നമുക്കൊന്ന് അതുകൂടെ ട്രൈ ചെയ്യാൻ പറ്റും, നോക്കി നോക്കാം. ഐ ആം റൈറ്റ്? ഓക്കെ, റാൻഡം ആയിരുന്നു. റാൻഡത്തിൽ നിന്ന് ഒന്നാണല്ലോ മാഡം എടുത്തത്. ഓക്കെ, ഒന്ന് എന്റെ കണ്ണുകളിലോട്ട് നോക്കാം. ഐ ആം റൈറ്റ്? ഒന്ന് കൈകൾ തരുന്ന ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഓക്കെ ഓക്കെ, നല്ലോണം ഒന്ന് റിലാക്സ് ആവാം. ഓക്കെ, റിലാക്സ് ആണ്. ഓക്കെ, കൂളാണ്. ഓക്കെ, ജസ്റ്റ് ഒരു പ്രഡിക്ഷൻ എഴുതാൻ പറ്റുമോ നോക്കി നോക്കാം മാഡം. അതിന് ശേഷം ഓപ്പൺ ചെയ്താൽ മതി. ഞാൻ ഇവിടെ ഗ്ലാസ്സിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ മേഡം, അതെന്തായിരുന്നു ഓപ്പൺ ചെയ്തിട്ടൊന്ന് പറയാവോ? ഞാൻ ഇതിൽ ഓടണം എന്ന് ആലോചിക്കട്ടെ. ഒന്ന് ഉറക്കെ പറയാവോ? പിസ്സ ആയിരുന്നു അല്ലേ? ഓക്കെ മാം, പേപ്പർ കയ്യിൽ വെച്ചോളൂ. ഇവിടെ വെക്കാം. ഓക്കെ മാം, എൻ്റെ അടുത്ത് 3 പ്രഡിക്ഷൻസ് ഉണ്ടല്ലോ. ഇവിടെ നമ്മൾ ആരും ടച്ച് ചെയ്തില്ല. നമ്മളോട് നിലവിൽ 3 പ്രഡിക്ഷൻസ് ഉണ്ട് അല്ലേ? ഒക്കെ ഒന്ന് കൈ കാണിക്കാവോ? മൈക്ക് തന്നോളൂ. ഓക്കെ ഓക്കെ മാഡം, ഇതിൽ ഞാൻ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ 1, 2, 3 നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്നാമത്തെ വന്ന ആള് എന്തായിരുന്നു? ഫ്രണ്ടിന്റെ പേര് പറഞ്ഞേ? റാഫി ആയിരുന്നു അല്ലെ? മാം, ഒന്നൊന്ന് എടുത്തിട്ടൊന്ന് ഉറക്കെ വായിക്കാവോ? നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് 1 മിനിറ്റ്. തെറ്റിപ്പോയാലും ഏകദേശം അടുത്ത് വന്നാലും നിങ്ങൾ ഉറപ്പല്ലേ? കൂടെ നിൽക്കൂലേ? ഉറപ്പല്ലേ? ഓക്കെ, ഒന്ന് ഓപ്പൺ ചെയ്തൊന്ന് വായിക്കാവോ? ഒന്ന് ഏതാണെന്നൊന്ന് വായിക്കാവോ? റാഫി. Everyone, you can see that is റാഫി. ഓക്കെ മാം, ഇനി 2 എണ്ണം കൂടി ഉണ്ടല്ലേ? 2 എണ്ണം കൂടി ഉണ്ടല്ലേ? ഓക്കെ, ടെൻഷൻ ഉണ്ട്. ഓക്കെ മാം, രണ്ടാമത്തെ ഒന്ന് തുറന്ന് നോക്കാവോ? 2. ഓക്കെ, 2 മോനായിരുന്നു വന്നത് അല്ലേ? മോൻ എവിടെയായിരുന്നു? പോവാൻ ഒരു ഇഷ്ടമുള്ള സ്ഥലം പറഞ്ഞിരുന്നല്ലോ. ഗുണാക്കയമായിരുന്നു അല്ലേ? മാം, ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാവോ? അത് ഏതായിരുന്നു? ഉറക്കെ വായിക്കോ? ഗുണാക്കയം. എവിടെയാണ്? യു ക്യാൻ സീ ദാറ്റ് ഈസ് ഗുണാക്കയം. ഓക്കെ, നല്ലൊരു കാര്യം. ഇനി മേഡം റാൻഡമായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് സെലക്ട് ചെയ്ത ഒരു വേർഡായിരുന്നു അല്ലെ? പിസ്സ. റാൻഡമായിട്ട് ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടായിരുന്നു മാം. റാൻഡമായിട്ട് എടുത്ത് വന്നതാണ് അല്ലേ? ഓക്കെ, ഒരുപാട് ചോയ്സ് ഉണ്ടായിരുന്നു. എന്തെങ്കിലും എടുക്കാൻ കാരണം ഉണ്ടായിരുന്നു? വീണ്ടും ഞാൻ പറഞ്ഞിരുന്നു ചേഞ്ച് ചെയ്യാം.
എന്തായാലും മനസ്സങ്ങനെ പറഞ്ഞോ, ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞു, പിന്നീട് രണ്ടാമതോ വീണ്ടും പറഞ്ഞു, പിന്നെ മൂന്നാമത് പറഞ്ഞില്ല. ഓക്കെ മാം, ഇത് റെഡിയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു കൈ തരുമോ? ഉറപ്പാണോ? നല്ല കൈ തരുമോ? തെറ്റിപ്പോയാലും കൈ തരില്ലേ? ഓക്കെ മാം, അതൊന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് വായിക്കാവോ? ഒന്ന് ഉറക്കെ വായിക്കാവോ? ഓക്കെ മാം, താങ്ക് യു ഫോർ വാല്യുബിൾ ടൈം. ഓക്കെ, മാറി നിന്നോ, കുറച്ചേരം ഒന്ന് ഫ്രീ ആയോ? മതി, നമ്മൾ വിജയിച്ചില്ലേ? നമ്മൾ ഒരുമിച്ച് ഷോ നടത്തി, നമ്മൾ വിജയിച്ചു. ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒരുമിച്ചായി ഷോ നടത്തിയല്ലേ? നമ്മൾ ഒരുമിച്ച് ഷോ നടത്തി. എല്ലാവർക്കും, നിങ്ങൾ പരസ്പരം എല്ലാവർക്കും കൈ കൊടുത്തു. ഇവിടെ വന്ന് എല്ലാവർക്കും കൈ കൊടുക്കും. അതാണ് ഈ ഷോന്റെ വിജയാണ്. എല്ലാവരും ഭയങ്കര എനർജറ്റിക് ആയി. എന്താ എനർജറ്റിക് അല്ലേ? അടിപൊളി. ഒരു 45 മിനിറ്റ് നിങ്ങളുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ മറന്ന് ഇവിടെ വന്ന് ഈ ഒരു ഷോയിൽ പങ്കെടുത്തതിന് അതിന് നന്ദി. കാരണം എല്ലാവരുടെയും ഈ ഷോ എല്ലാവരും വളരെ ഉഷാറായിട്ട് വളരെ സന്തോഷത്തോടെ പങ്കുചേർന്നു. ഇവിടെ വിളിച്ചപ്പോൾ തന്നെ എല്ലാവരും കയറി വന്നു. വളരെ സന്തോഷമുണ്ട്. കാരാപ്പുഴ ഡാം അധികൃതർക്കും അതുപോലെ തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനും എല്ലാവർക്കും വളരെ നന്ദി പറയുന്നു. അതിനൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ നന്ദി നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. 2 രീതിയിൽ നന്ദി പറയാനുണ്ട്. ഒന്ന്, വയനാടിന്റെ ടൂറിസത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി നിങ്ങളും ഒരു കൈ വെച്ചതാണ്. നിങ്ങൾ ഇവിടെ നിന്ന് എത്തിച്ചേർന്നത് വയനാടിന്റെ ടൂറിസത്തിന്റെ ഭാഗമായി നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭവമാണ് നിങ്ങൾ ചെയ്തത്, അല്ലെ? നിങ്ങളെ കൊണ്ട് വയനാടിനെ എങ്ങനെ പുനർജീവിപ്പിക്കാം എന്നതിനൊരു ഉദാഹരണമാണ് നിങ്ങൾ ഇവിടെ വന്നത്, അല്ലേ? നമുക്ക് പൈസ കൊടുത്തിട്ട് മാത്രമൊന്നുമല്ല നമുക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കും, അല്ലേ? നമുക്കൊരാളുടെ ഒരു വാക്കാവാം, ഒരു പ്രസൻസ് ആവാം, എന്തുവാ നിങ്ങളുടെ പ്രസൻസ് കൊണ്ട് നിങ്ങൾ വന്നു. ഓക്കെ, എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എല്ലാവരും എൻജോയ് ചെയ്യുന്നു വിശ്വസിക്കുന്നു. ഇനി എല്ലാവർക്കും ബൈ, താങ്ക് യു.